ഡയറക്ട്ലി ഭീഷണി എനിക്ക് അവിടെ തന്നു എന്നുള്ളതാണ്. കുണ്ടറയിലേക്ക് വരൂ, BJP ഓഫീസ് കുണ്ടറ ഓഫീസിൽ വന്ന ഈ പൈസ ഞാൻ സെറ്റിൽ ചെയ്യാം. അപ്പൊ പല അതായത് 43,22,500 രൂപ 43,22,500 rupees ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? ബാക്കിയുള്ള വീഡിയോസും വൈകാതെ വരും. എല്ലാം ബെല്ലും മറ്റെല്ലാം അടിച്ച് പൊട്ടിച്ച് വെക്ക്. ആദ്യം സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അവൻ പോയിരിക്കുന്നത്. ഒരു സ്ത്രീയെ ഏത് രീതിയിൽ ഏത് രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും, അത്ര വലിയ ഹൈ തെറി അവൻ ലക്ഷ്മിയെ വിളിക്കുകയുണ്ടായി. ഇവൻ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് തന്നെ ഒരു ഇൻഡയറക്ട്ലി ഭീഷണി എനിക്ക് അവിടെ തന്നു എന്നുള്ളതാണ്. എന്ത് തോന്നിയാസവം അവൻ കാണിക്കാന്നുള്ള വിചാരിച്ചു? നീ എല്ലാ തെളിവുകളും എതിരായി വന്നില്ലേ? ഇനിയെങ്കിലും നിർത്തിപ്പോയിക്കൂടറ. അവിടെ ഇനിയെങ്കിലും മതിയായില്ല എനിക്ക്? ഇനിയെങ്കിലും നിർത്തിപ്പോയിക്കൂടെ? കുറേ കാലം കോണച്ച് നിൽക്കുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ എവിടെ നിർത്തുന്നോ അവിടെ നിന്ന് ഞാൻ തുടങ്ങുന്നു. അപ്പോൾ ഇന്നലത്തെ പ്രസ് മീറ്റ് നടത്തേണ്ടതും അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്നുള്ളതും ഏറ്റവും കൂടുതൽ എൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഇമേജ് രക്ഷപ്പെടുത്താൻ റോബിൻ ഏത് എക്സ്റ്റെന്റ് വരെ പോകണമെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എൻ്റെ പേര് കൂടാതെ റോബിൻ തന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചിട്ട് വന്ന ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അനന്ത് സുജിത്തിന്റെ പേര്, ഇത് കൂടാതെ അബിൽ ദേവ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു വ്യക്തിയുടെ പേരും കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും വളർന്ന് പന്തലിച്ച് അജാനബാഹുവായിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ലോക പരിചയമുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു പാവയെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബിൽ ദേവ് ഡിസംബർ 2025 തൊട്ട് റോബിനെ ഭീഷണിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഇവരുടെ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആണ് ഇന്നിവിടെ കാണിക്കുന്നത്. എനിക്ക് അത്ര അധികം സമയമൊന്നുമില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ റോബിന്റെ തട്ടിപ്പ് നടത്തുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 അപ്പം എനിക്കൊരു 90,000 രൂപ വേണം, 90,000. സോ അബിൽ ബ്രോന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ നല്ല താങ്കൾപ്പെട്ട പാവം മനുഷ്യനാണ് അബിൽ ബ്രോ. അപ്പം ദൈവത്തോർത്ത് കനിയണം. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത് ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27 തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായിട്ട് വരട്ടെ. ഈ ഒരു ബ്രദറിന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരൂ. പിന്നെ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ് എന്ന് പറയാം. ഒന്നാടേ ഉളപ്പില്ലടാ. എന്ത് തോന്നിയാസവം വന്ന് കാണിക്കാന്നുള്ള വിചാരിച്ചു? നീ എതിരായി വന്നില്ലേ? ഇനിയെങ്കിലും നിർത്തിപ്പോയിക്കൂടറ. അവിടെ ഇനിയെങ്കിലും മതിയായില്ല എനിക്ക്? ഇനി സഹിക്കുന്നതിനൊരു പരിധിയിലടാ. ഇനിയെങ്കിലും നിർത്തിപ്പോയിക്കൂടെ? നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് ഇവൻ പറയുന്ന വർത്താനം ഒന്ന് കറക്റ്റ് ഇങ്ങൊന്ന് കേട്ട് നോക്കിയോ? ഈ സംസാരം ഒന്ന് കറക്റ്റ് ഒന്ന് കേട്ട് നോക്കിയോ? വേദലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്. ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള
സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഈ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആരാ തെറ്റ് എന്താ ശരി? 40 ലക്ഷത്തോളം രൂപ തട്ടിയെന്നും ഹണി ട്രാപ്പ് ഉൾപ്പെടെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും സുഹൃത്തും കേരള ഫാഷൻ ലീഗ് സ്ഥാപകനുമായ അഭിൽ ദേവും മീഡിയ വണിനോട് പറഞ്ഞു. അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ 2025 കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് 36,75,000 രൂപ അദ്ദേഹം എനിക്ക് തരാനുണ്ട്. ഈ BJP വന്ന് പറഞ്ഞ ആദ്യം സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അവൻ പോയിരിക്കുന്നത്. ഒരു സ്ത്രീയെ ഏത് രീതിയിൽ ഏത് രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും അത്ര വലിയ ഹൈ തെറി അവൻ ലക്ഷ്മിയെ വിളിക്കുകയുണ്ടായി. ഇവൻ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് എന്നെ ഒരു ഇൻഡയറക്ട്ലി ഭീഷണി എനിക്ക് അവിടെ തന്നു എന്നുള്ളതാണ്. കുണ്ടറയിലേക്ക് വരൂ, BJP ഓഫീസ് കുണ്ടറ ഓഫീസിൽ വന്ന ഈ പൈസ ഞാൻ സെറ്റിൽ ചെയ്യാം. അപ്പോൾ പലപ്പോഴായിട്ട് അപ്പോൾ ഞാൻ പറയും എന്തിനാണ് അവിടെ പാർട്ടി ഓഫീസിലേക്ക് വരുന്നത്? അതെൻ്റെ ബന്ധമല്ല ബ്രോ, ഞാനിത് കേന്ദ്രത്തിനെ അറിയിച്ചു, കേന്ദ്രം സംസ്ഥാനത്തിനെ അറിയിച്ചു, സംസ്ഥാനം ജില്ലാ ഘടകം തരും, അതിന് പാർട്ടി ഓഫീസിലേക്ക് പോകാം. അപ്പോൾ അതിലെനിക്ക് തോന്നിയ നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പം ഞാൻ ഇലക്ഷൻ കഴിയുന്നവരെ ഏതായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ തെളിയും. അപ്പോഴൊക്കെ റോബിന് ഈ സംസാരം തന്നെ നീ നാളെയും പറയുക. നിനക്കൊക്കെ ഒരുപാട് ജനതകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അഹങ്കാരമാണ് നിന്റെ. ഒരുപാട് ജനത നിന്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം. കടയാടി തമ്പി, ഒരു ഉപകാരം ചെയ്തിട്ട് അതൊരു ഉപദ്രവമായിട്ട് മാറിയിരിക്കുകയാണ്. കടയാടി തമ്പി. റോബിനെ, നിന്റെ അമ്മയൊക്കെ പറയുന്നില്ല, ഒരു അമ്മമാരെ കൊണ്ട് പറയാൻ പറ്റില്ല. അമ്മയുടെ അസുഖത്തിന് വേണ്ടിയിട്ട് നീ വാങ്ങിയ പൈസ, ആ പൈസ ചോദിക്കുമ്പോൾ നിനക്ക് എടുത്തു തന്ന അവനെതിരെ നീ തിരിഞ്ഞില്ലടാ.